ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എൻ്റെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് ബിഗിനേഴ്സിനാണ്, തുടക്കക്കാർക്കാണ് ഈ വീഡിയോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സബ്സ്ക്രൈബർ എങ്ങനെ കൂട്ടാം, വ്യൂവേഴ്സ് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെ കുറിച്ചിട്ടാണ്. ഇത് ബിഗിനേഴ്സിന് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ബിഗിനേഴ്സ് സ്കിപ്പ് ചെയ്യേണ്ടി കാണണം, എല്ലാവരും സ്കിപ്പ് ചെയ്യേണ്ടി കണ്ടാലേ ഇത് മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കാണുന്ന ആൾക്കാർ. പിന്നെ സ്കിപ്പ് ചെയ്യേണ്ടി കാണുകയും ചെയ്യണം. നമ്മളെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഒരു ചെറിയൊരു അനുഭവത്തിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി 2.5 മാസമായി. ഞാൻ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഫുഡ് വ്ളോഗാണ്. ഫുഡ് വ്ളോഗാണ് ഞാൻ തിരഞ്ഞെടുത്തത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്ളോഗാണ് ഫുഡ് വ്ളോഗ്. ഞാൻ അങ്ങനെ തിരഞ്ഞെടുത്തു. ഞാൻ ഇതിൽ ചെറിയ ചെറിയ വീഡിയോസ്, ഭക്ഷണം കഴിക്കുന്നതും ഉണ്ടാക്കുന്നതും ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ തുടങ്ങിക്കൊണ്ട് ഞാൻ ദിവസം ഒരു വീഡിയോ 2 വീഡിയോ ഞാൻ ചെയ്യുവേ. അന്നേരം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തീരെ വ്യൂസ് ഉണ്ടാവില്ല. ഒരു ദിവസം വീഡിയോ എടുക്കേണ്ടി 5 or 10 വ്യൂസ് എനിക്ക് ഉണ്ടാവുള്ളൂ. നിങ്ങൾ എൻ്റെ ചാനൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അങ്ങനെ ഉണ്ടാവലുള്ളൂ. പിന്നെ സബ്സ്ക്രൈബർ ആണെങ്കിൽ ഒരു ദിവസം ഒരു സബ്സ്ക്രൈബർ കിട്ടിയാൽ കിട്ടി, 2 ദിവസത്തേക്ക് പിന്നെ ആ ഭാഗം നോക്കണ്ട, കിട്ടുകയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടി ഞാൻ കടന്നുപോയ ദിവസങ്ങളുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് എനിക്ക് വല്ലാത്ത സങ്കടം വരും. നമ്മുടെ വീട്ടമ്മ, ഞാനൊരു വീട്ടമ്മയാണ്, എനിക്ക് 2 കുഞ്ഞുമക്കളാണ്. എനിക്ക് പുറത്തൊന്നും പോയിട്ട് ജോലിയൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം നമ്മുടെ വീട്ടമ്മമാർക്ക് അറിയാമല്ലോ. അപ്പോൾ നമ്മൾ ഒരു ചെറിയ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് തന്നെ അങ്ങനെ ചെറിയ മണി സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് തുടങ്ങുന്നത്. അങ്ങനെയാണ് ഞാനും തുടങ്ങിയത്. ഇത് തുടങ്ങി വ്യൂസൊന്നും കിട്ടുന്നില്ല, സബ്സ്ക്രൈബും കിട്ടുന്നില്ല, നമ്മളാരും ഫോളോ ചെയ്യുന്നില്ല, സപ്പോർട്ടും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യാത്തൊരവസ്ഥ, വല്ലാത്തൊരവസ്ഥ. ഇത് നിർത്താമെന്നുള്ളൊരു തോന്നൽ വന്നു. ഞാൻ അങ്ങനെ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, എൻ്റെ വീട്ടിലെ അമ്മനോട് അങ്ങനെല്ലാം പറഞ്ഞു. അപ്പം അവരും പറഞ്ഞു, നീ നിർത്തേ വേണ്ട, നീ ഇപ്പോൾ ഫുഡ് ബ്ലോഗ് ചെയ്യുന്നത് ഒന്ന് മാറ്റിപ്പിടിക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മാറ്റിപ്പിടിച്ചതാണ് ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ തുടങ്ങി. ആദ്യം ചെയ്തുതരാൻ മോശമില്ല, ഞാൻ ആ ദിവസവും 2 വീഡിയോ ആയിട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ 2, 3 ഒരാഴ്ചയിലായാലോ എൻ്റെ വീഡിയോസിന് വ്യൂസ് കയറാൻ തുടങ്ങി. 1K വ്യൂസ് ആകാൻ തുടങ്ങി, 2K വ്യൂസ് ആകാൻ തുടങ്ങി. ഒരു ദിവസം 5 സബ്സ്ക്രൈബർ എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളെന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ വീഡിയോസിൽ എന്തെങ്കിലും ഉണ്ട്, കണ്ടന്റ് ഉണ്ടെന്ന് ജനങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ, നമ്മളെ വീഡിയോസ് കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും. ഇതാണ് ഞാൻ ഇതിലേ കൂടി ഇപ്പം മനസ്സിലാക്കിയത്. അങ്ങനെ ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ തുടങ്ങി. എനിക്ക് അങ്ങനെ 1K വ്യൂസ്, 2K വ്യൂസ്, പിന്നെ ഒരു ദിവസം 5 സബ്സ്ക്രൈബർ എല്ലാം അങ്ങനെ കൂടാൻ തുടങ്ങി. അങ്ങനെ കൂടി വന്നു. അങ്ങനെ 30K അങ്ങനെ കിട്ടാൻ. പിന്നെ ഞാൻ ഒരു ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നേ, ഇതുപോലെ തന്നെ റിയാക്ഷൻ വീഡിയോ. ഒരു മോഷ്ടാവ് ട്രെയിനിലേക്ക് കൂടി പോകുന്ന മോഷ്ടാവാണ്. അയാളെ പിടിക്കാൻ വേണ്ടിയിട്ട് ട്രെയിനിലെ ആൾക്കാരെ പിടിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ട് ഞങ്ങൾ കഴിവായി ട്രെയിനിൻ്റെ അടിയിൽ ട്രാക്കിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മില്യൺ വ്യൂസ് വന്നു. അത് ഒറ്റ വീഡിയോസിൽ കൂടി എനിക്ക് 1500 സബ്സ്ക്രൈബറാണ് കയറിയത്. 1500 സബ്സ്ക്രൈബർ. നമ്മൾ സ്വപ്നങ്ങളെയും മാത്രം, സ്വാഭാവികം നമ്മൾ സ്വപ്നങ്ങൾ കാണും, നമുക്കൊന്നും ഇത് കിട്ടില്ല. വേറെ വീഡിയോസ് എല്ലാം കാണും, ഞാൻ വിചാരിക്കും ഇത് എങ്ങനെയാണ് ഇവർക്കെല്ലാം ഇത്രയും വ്യൂസ് കയറുന്നത്, ഇതെങ്ങനെയാണ് ഇത്രയും സബ്സ്ക്രൈബർ കയറുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോൻ്റെ കുഴപ്പമാണ്. അപ്പോൾ നമ്മൾക്ക് ഒരു റീച്ച് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോ മാറ്റിപ്പിടിക്കാൻ ശ്രമിക്കുക. നമ്മൾ അതിൽ നിന്ന് ഒരു പുരോഗമിച്ച് വേറെ വീഡിയോസ് ചെയ്യാൻ വേണ്ടി നോക്കുക. നമുക്ക് സക്സസ്ഫുൾ ആകും, നമ്മുടെ വിജയത്തിലേക്ക് എത്തും. അതാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. പിന്നെ അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ശരിക്കും വേണ്ടുന്നതാണ് നമുക്ക് YT സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു ആപ്പ്. ഇത് മസ്റ്റാണ്. നമുക്ക് YT സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു ആപ്പ് നമുക്ക് നിർബന്ധമാണ്. അതിൽ കൂടിയാണ് നമുക്ക് പിന്നെ വാച്ച് ടൈം കൂടുന്നതെല്ലാം നമുക്ക് മനസ്സിലാവുള്ളൂ. വാച്ച് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊല്ലത്തേക്കാണ് 3000 500 സബ്സ്ക്രൈബറിന് 500 സബ്സ്ക്രൈബർ ഒരു കൊല്ലത്തേക്കാണ് 3000 വാച്ച് ടൈമും 4000 വാച്ച് ടൈമും ഒരു കൊല്ലത്തേക്ക് നമുക്ക് കൂടിയാൽ മതി. അഥവാ നമ്മൾ ഷോർട്സ് ആയിട്ടിട്ടുണ്ടെങ്കിൽ 3 മില്യൺ എന്ന് പറഞ്ഞാൽ ഹാഫ് മോണിറ്റൈസ്, 10 മില്യൺ എന്ന് പറഞ്ഞാൽ ഫുൾ മോണിറ്റൈസ്. അങ്ങനെയാണ് നമ്മളെ ഘടകങ്ങളായിട്ട് ഉള്ളത്. അപ്പം നമുക്ക് സബ്സ്ക്രൈബ് എന്ന് വെച്ചാൽ 500 സബ്സ്ക്രൈബർ ഹാഫ് മോണിറ്റൈസ് ആയി എന്ന് പറയും. ഈ 1000 സബ്സ്ക്രൈബർ ഫുൾ മോണിറ്റൈസ് ആയി എന്ന് പറയും. അപ്പോൾ അതിന് കണക്കായി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. നമുക്ക് ലോങ് വീഡിയോ മസ്റ്റായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യണം. അങ്ങനെ ഞാൻ ചെയ്യാൻ തുടങ്ങി. എനിക്ക് വാച്ച് ടൈം ഫുള്ളായിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല. എനിക്ക് സബ്സ്ക്രൈബർ 2000 കടന്നു. 2K 2237 സബ്സ്ക്രൈബർ ഇപ്പോൾ ഉണ്ട് എനിക്ക്. അത് കംപ്ലീറ്റ് ആയി.
അപ്പോൾ നമ്മളെന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതൊന്നും ഉദ്ദേശിച്ചില്ല. ഞാൻ ലോങ് വീഡിയോ നമുക്ക് ഈ ഷോർട്ട് വീഡിയോ ഇടുമ്പോൾ തന്നെ ലോങ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വ്യൂസും പിന്നെ വാച്ച് ടൈമെല്ലാം ഒരുപോലെ ആകും. പക്ഷെ എനിക്കത് നമുക്ക് സബ്സ്ക്രൈബർ ഇല്ലാത്ത ആളാണല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ അത് സബ്സ്ക്രൈബർ കൂട്ടാന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ഒരു ഇതുണ്ടായത്. അപ്പോൾ അതിലേ കൂടി എനിക്ക് കുറേ സബ്സ്ക്രൈബറെ കിട്ടി. ഞാൻ പിന്നെ ലൈവിൽ പോകലുണ്ട്. ലൈവിൽ കൂടി സബ്സ്ക്രൈബ് കിട്ടി. നമുക്ക് ലൈവിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് സബ്സ്ക്രൈബർ കിട്ടും കേട്ടോ. പക്ഷെ നമുക്ക് അതിലൊന്നും കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളെ കണ്ട് നമ്മളെ വീഡിയോസ് കണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സബ്സ്ക്രൈബർ ചെയ്തുകൊണ്ടേ നമുക്കത് കാര്യമുള്ളൂ. പിന്നെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അവരെ നമ്മൾ വീഡിയോ എടുത്ത് കാണണമെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബർ ചെയ്യണം. അല്ലാണ്ട് നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കരുത്. പറഞ്ഞ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അത് നിലനിൽപ്പില്ല അതിന്. അപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ. ഞാൻ വീഡിയോ നിർത്തിപ്പോകാം എന്ന് വിചാരിച്ച ഒരാളാണ്. അപ്പോൾ ബിഗിനേഴ്സിന് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു ചിന്തയുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ യൂട്യൂബ് ചാനൽ നിർത്തരുത്. നമുക്ക് ഈ വീട്ടമ്മമാർക്ക് ഏറ്റവും യൂസ്ഫുള്ളായ ഒരു ഘടകമാണ് യൂട്യൂബ് ചാനൽ. അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് തുടങ്ങിക്കോ. അപ്പം ഇതെൻ്റെ അനുഭവമാണ്. ഞാൻ മോണിറ്റൈസ് ആയിട്ടില്ല, ആകും. വാച്ച് ടൈം കൂടിക്കൊണ്ട് വരുന്നുണ്ട്. സബ്സ്ക്രൈബർ ഫുള്ളായി, വാച്ച് ടൈം കൂടിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മോണിറ്റൈസ് ആകും. അപ്പോൾ ഇനി ബിഗിനേഴ്സിനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിർത്തരുത്. നിങ്ങൾക്ക് വ്യൂസ് കൂടുന്നില്ലേ, സബ്സ്ക്രൈബർ കൂടുന്നില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് നിർത്തി പോകരുത്. നിങ്ങൾ എന്തായാലും ഇത് യൂട്യൂബ് ചാനൽ തുടങ്ങി അത് നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്ത് നിങ്ങൾ ആ പരാജയപ്പെട്ടിട്ട് നിങ്ങൾ തളരരുത്. നിങ്ങൾ വേറെ വീഡിയോസ് ചെയ്യുക. അത് വേറെ പുതിയ വീഡിയോസ് ചെയ്തുകൊണ്ട് നിൽക്കുക. ഏതെങ്കിലും ഒന്ന് വിജയിക്കും, അത് ഉറപ്പാണ്. എനിക്കുള്ള അനുഭവമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് നിർത്താൻ പാടില്ല. ബിഗിനേഴ്സിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിർത്തരുത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ വെച്ചാൽ എൻ്റെ ഒരു അനുഭവം നിങ്ങളോടൊക്കെ പറയണമെന്ന് തോന്നി. ഞാൻ ഇതിലേ കൂടിയല്ല, ഈ അനുഭവങ്ങളിലേ കൂടിയെല്ലാം കടന്നു പോയൊരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ ഒരു അനുഭവം, ഞാൻ അങ്ങനെയാണ് എൻ്റെ വീഡിയോസിനെല്ലാം ഗ്രോത്ത് വന്നത്. ഞാൻ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്ത് ആദ്യം ചെയ്യാറുണ്ട് എന്ന് പിന്നെ ഞാൻ അത് ചെയ്തു. പിന്നെ എൻ്റെ വീഡിയോസിനെല്ലാം പിന്നെ ഗ്രോത്ത് വന്നു. ഞാൻ വിചാരിക്കാത്ത അത്ര എനിക്ക് സബ്സ്ക്രൈബർ കിട്ടി, വ്യൂസിനെ കിട്ടി. പിന്നെ എൻ്റെ വീഡിയോ ഗ്രോത്തായി തുടങ്ങി. പിന്നെ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്ത് നമുക്ക് വാച്ചിങ് ടൈം കിട്ടണമെങ്കിൽ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ലോങ് വീഡിയോയും ചെയ്യണം. ആദ്യം സബ്സ്ക്രൈബർ വരുന്ന വഴി. അതുകൊണ്ട് നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ നിർത്തരുത്. നിങ്ങൾ തുടർന്നുകൊണ്ട് പോകുക. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു വിജയത്തിലേക്ക് എത്തും. ഞാനും ഇപ്പോൾ അങ്ങനെയാണ്. എൻ്റെ ഒരു വിജയം എവിടെയെങ്കിലും ഒരിക്കൽ ഉണ്ടാവും എന്നുള്ളൊരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ ഇടയ്ക്ക് ഇക്കാര്യം ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് വന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് വരുന്നത് വരെ ബൈ.